നമ്മുടെ കാലത്തിനെ നോക്കുമ്പോൾ നമ്മുടെ ചെടികളൊക്കെ വളരെ മനോഹരമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവർക്കൊക്കെ നല്ല പോലെ ഞാൻ നല്ല വേനലാണ്, എന്നിരുന്നാലും നല്ല പോലെ സംരക്ഷണമൊക്കെ കൊടുക്കണം. കാരണം പൂവുകൾ നമുക്ക് ധാരാളം പൂവുകൾ തന്നെ ഉണ്ട്, ചെടികൾ. അതേപോലെ ഇത് നല്ലൊരു പിങ്ക് കളറ് ചെമ്പരത്തിന് കേട്ടോ, മുട്ട് വിരിയാറായിട്ടുണ്ട് കേട്ടോ. അതേപോലെ നല്ല സിംഗപ്പൂർ മുല്ലയമ്മ നോക്കിയാൽ മുല്ലയുടെ കൊമ്പ് ഞാൻ വെട്ടി നിർത്തിയേക്കണ്, അതുകൊണ്ട് ഒത്തിരി മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട് കണ്ടോ. പൂവുകൾ ഇത് ഒത്തിരി ഹൈറ്റ് വെക്കുന്ന വെച്ചാൽ മരത്തിൻ്റെ പോലെ ഹൈറ്റ് വെച്ച് പോണ ഒരു ചെടിയാണിത്. പക്ഷെ ഞാനത് വെട്ടി നിർത്തി, കാരണം ഉയരങ്ങളിലേക്ക് പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട്. അതേപോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ല വെള്ള റോസപ്പൂവ് ഇപ്പം എന്ന് വെച്ചാൽ ഒത്തിരി പൂവും മുട്ടകളൊക്കെ ആയിട്ട് വരുന്നത്. കാരണം മഞ്ഞും കൂടിയായ കാരണം പൂവുകൾ അങ്ങനെ ധാരാളം പൂവുകൾ നമുക്കുണ്ട്. ലാസ്റ്റ് ഈ മഞ്ഞയുടെ ഈ കളറൊക്കെ മങ്ങി നമുക്കിത് വൈറ്റ് ആയിട്ട് വരും, ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരും. അതേപോലെ മുട്ടുകൾ ഒത്തിരി ധാരാളം മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കുഞ്ഞു മുട്ടുകൾ, ഇതുമ്മ തന്നെ 3 മുട്ടാണ്. അതേപോലെ ഇതുമ്മ ഒത്തിരി മുട്ടുകളുണ്ട് കണ്ട, മുട്ടുകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ നോക്കി നമ്മുടെ പൂവുകൾ കണ്ട, അത് ഈ മഞ്ഞ ഇപ്പോൾ ഒത്തിരി പൂവുകളും മുട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടി, സമൃദ്ധിയായിട്ട് നമുക്ക് പൂവുകൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെടി മഞ്ഞിൻ്റെ ഇതിൽ കണ്ടോ. നേരം വെളുത്ത് വരുമ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഒരു ഗ്ലാസ് ചായയും കൊണ്ട് നമ്മുടെ പൂവിനെ കാണാനും വരാം, ചെടികളെ സംരക്ഷിക്കാനും വരും. വെള്ളീച്ച ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ നമ്മൾ മരുന്നടിച്ചൊക്കെ വെടുപ്പാക്കി കൊണ്ടിരിപ്പുണ്ട്. അവരൊക്കെ പുറത്തേക്ക് മാറ്റാണ്ട് കണ്ടോ. മുട്ടുകൾ ഒത്തിരി മുട്ടുകളുണ്ട്. അതേപോലെ നമ്മുടെ കണ്ടോ പിങ്ക് കളർ റോസപ്പൂവ് മനോഹരമായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതേപോലെ ഇതേ മുട്ട് നല്ല ഭംഗിയുള്ള ചെമ്പരത്തിനിത് കണ്ടോ, എന്ത് രസമാണെന്ന് അറിയോ. ഇവരൊക്കെ നമ്മൾ രാവിലെ ഇങ്ങനെ ആസ്വദിക്കാനും നമ്മുടെ വീടിൻ്റെ ഇതേ കണ്ടോ മുട്ടുകൾ. ഇതുമ്പോൾ 2 തരം ചെമ്പരത്തി ഉണ്ടാവും, ഒന്ന് ഒറ്റ കളറും ഒന്ന് കട്ടയായിട്ട്. അതായത് ഒറ്റ കളറാണ് ദിവൻ, പിന്നെ ഒറ്റ കളറാണ് കേട്ടോ. പിങ്ക് നല്ല മജന്ത പോലത്തെ കളർ തന്നെയാണ് സുന്ദരിപ്പൂകൾ. ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് ഇപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കണം. പച്ചക്കറിയുടെ ഒപ്പം ഞാൻ ഇതേപോലെ ചെടികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ നോക്കും, സമയം കിട്ടുന്നതിനനുസരിച്ച്. എന്ന് വെച്ചാൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നനയ്ക്കലൊക്കെ ഞാൻ രാവിലെ തന്നെ ചെയ്യട്ടൊക്കെ ഉണ്ടാകും. എന്ത് രസമാണ് നോക്കി. ഇതിൻ്റെ വിടവിൽ ഞാൻ നിർത്തിയാണ്, സുന്ദരിപ്പൂവിൻ്റെ വിടവിൽ ഞാൻ നിർത്തി. ഇവരെയൊക്കെ നല്ല പോലെ പരിചരിക്കണം. എന്നും രാവിലെ പോകുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സുന്ദര കുട്ടന്മാരാക്കും. അതേപോലെ വേണ്ട നമ്മുടെ ഈ പൂവ് ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, രസമല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സുന്ദരിപ്പൂവൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ നല്ല മനോഹരമായിട്ട് ഈ പൂവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.